പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. MGM ഫിലാദൽഫിയ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സ്കിറ്റ് മത്സരത്തിനപ്പുറം അഥവാ ബിയോണ്ട് ദ ഗെയിം. ദയവായി ശ്രദ്ധിക്കുക, ഈ സ്കിറ്റിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായി എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അത് യാദൃശ്ചികമല്ല, സത്യം മാത്രം. തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുക. ഏവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സാധാരണ ഞായറാഴ്ച ദിവസം ഈ ക്രിക്കറ്റിന്റെ പ്രാക്ടീസ് തുടങ്ങിയതിൽ പിന്നെ ടീം മെമ്പേഴ്സിന്റെ വീട്ടിൽ ആരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനും ചർച്ചിലെ ഗായകനും സർവോപരി പരോപകാരിയുമായ ജിജോബറിന്റെ വീട്ടിലേക്ക് പോകാം. അച്ചാച്ചാ, എത്ര നേരമായി മൊബൈലും പിടിച്ചിട്ട് ബാത്റൂമിൽ ഇരിക്കുന്നു? പ്രാർത്ഥിക്കണ്ടേ? പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടാൻ വൈകും കേട്ടോ. അതേസമയം ജിജോയുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, അതായത് ഈ ക്രിക്കറ്റ് ടീമിന്റെ സൂത്രധാരകനും സ്റ്റാർ ബൗളറുമായ ആൻഡ്രോയുടെ കുടുംബം. ആഹാ, രാവിലെ തന്നെ ഫോണിലാണല്ലോ. ഈ ഞായറാഴ്ച ദിവസം രാവിലെ എങ്കിലും ദൈവവചനം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്ത് ഒരുക്കത്തോടെ ആരാധനയ്ക്ക് പോകാൻ പാടില്ലേ? ഞാനിപ്പോ ചെയ്യാട്ടോ, ഒരു മിനിറ്റ്. അല്ല, പിന്നെ തുണിയൊക്കെ ഒന്ന് തേച്ചു വെക്കും, ഞാൻ കൊച്ചിനെ റെഡിയാക്കാന്നാ. എടി, എനിക്കൊരു അർജന്റ് കോൾ, ഞാൻ ഇപ്പൊ ശരിയാക്കാം. ഹലോ ഹലോ, എടാ കേൾക്കുന്നുണ്ടോ? ആ കേക്കടാ, പറഞ്ഞോ. എടാ, നമുക്ക് ക്വിക്കായിട്ട് ഒരു റൗണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാലോ? എടാ, ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്. എടാ, ഇനി നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ ആകെ 2 ആഴ്ച ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ രീതി പോവാണെങ്കിൽ പണിയുടെ സാധ്യതയുണ്ട്. എടാ, അത് മാത്രമല്ലേ, ഡാൻസൻ ചേട്ടൻ രാവിലെ കുക്കിങ്ങിന് വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഇനിയിപ്പോ കളിക്കാനും കൂടെ പോയാല്. എടാ, നമ്മുടെ ടെൻഷൻ ചേട്ടനല്ലടാ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചർച്ചിന് മുമ്പിൽ കൂടെ പോകണ്ട, മറ്റേ വഴിക്ക് പോയാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ആണോ? ആ, എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്. വരുന്നവരൊക്കെ അങ്ങോട്ട് വരട്ടെ, ഗ്രൗണ്ടിലോട്ട് വരട്ടെ. സെറ്റ് കേട്ടോ. ശരി ശരി. വണ്ടി കാണുന്നില്ല, കളിക്കാൻ പോയി കാണും. ഇന്നത്തെ ആരാധനയുടെ കാര്യം തീരുമാനമായി. ഓ, ഇത് നമ്മുടെ ജിബു ബ്രദറാണല്ലോ. പിള്ളേരെ സൺഡേ സ്കൂളിൽ വിട്ടിട്ട് വന്നിരുന്ന പത്രം വായിച്ച് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ആഹാ, ഇവിടെ പത്രം വായിച്ചിരുന്ന് ഉറങ്ങിപ്പോയോ? ആരാധനയ്ക്കൊന്നും പോണ്ടായോ? പോരാട്ടം എന്തൊരു പോരാട്ടമാണ്. ഒരു പോരാട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ ഗസ്റ്റ് പാസിന്റെ പ്രസംഗം ഏറ്റെന്നാ തോന്നുന്നത്. എന്നാ ഇച്ചിരി നേരം പ്രാർത്ഥിച്ച് ഈ പോരാടി പ്രാർത്ഥിച്ചിട്ടൊന്ന് പോകാം. ബൈബിൾ ഷോളും ഒന്ന് എടുത്തോണ്ട് വരട്ടെ. ആഹാ, പിന്നെ ഉറങ്ങിയോ? നശിപ്പിച്ചു. മര്യാദക്ക് പോരാടി കളിക്കാനും അമ്മമാർക്ക് അറിയത്തില്ല. നല്ലോണം പോരാടി കളിച്ചാൽ നമ്മുടെ ടീം ജയിച്ചേനെ. എന്റെ ദൈവമേ, ഞാൻ വിചാരിച്ചു വല്ല ദർശനം കിട്ടിയിട്ട് വായി ഇത് പറയുന്നതെന്ന്. ഇതൊന്നുമല്ല, ഈ ക്രിക്കറ്റ് കളി കുടുംബത്തിനൊരു പോരാട്ടം തന്നെയാ. നിങ്ങൾ ക്രിക്കറ്റ് കളി സ്വപ്നം കണ്ടോണ്ട് ഇരുന്നോ അവിടെ? നിങ്ങളല്ലാതെ എത്തിയോ? ഇതാ ഞാൻ വരുന്നു. ഈ കണ്ട 3 പേർ മാത്രമല്ല കേട്ടോ ക്രിക്കറ്റ് ഗ്രൂപ്പിലുള്ളത്. ഞായറാഴ്ച രാവിലെ തന്നെ ആൻഡ്രോയുടെ മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടിട്ട് എത്ര പേർ ഗ്രൗണ്ടിൽ വന്ന് കാണുമെന്ന് നോക്കിയാലോ. ആരാധന ദിവസം ആയതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും വെളുപ്പിന് വിളിച്ചായിരുന്നോ? എന്നെ ഇതുകൊണ്ട് വിളിച്ചിട്ടില്ല. നിന്നെ വിളിച്ചായിരുന്നോ? ആ, ഡാൻസൻ ചേട്ടൻ വിളിച്ചായിരുന്നു. അത് നമ്മുടെ ഡാൻസൻ ചേട്ടനല്ല, അതും കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. അത് സാർ, നമുക്ക് ടോസ് ചെയ്താൽ കളി തുടങ്ങും. നിങ്ങളല്ലാതെ എത്തിയോ? ഇന്നാരെ പിന്നെ കഞ്ഞി വെക്കാൻ പോയതോ? ജിബു ബ്രോ, നിങ്ങളും വന്നോ? നിങ്ങളല്ലേ സ്ഥിരമായിട്ട് കഞ്ഞി വെക്കാൻ പോകുന്നത്, പിന്നെ ഇന്നെന്ത് പറ്റും നിങ്ങൾക്ക്? ഞാനിനി സമ്മതിക്കണ്ടേ? കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ക്രിക്കറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു. ലവ്ലീസ് അതുപോലെ കഞ്ഞിയല്ലേ. നമ്മുടെ സീത സിസ്റ്ററോ ജൂലി സിസ്റ്ററോ ആരെങ്കിലും ഒരാൾ പോയി കാണും. അല്ല മനുഷ്യേട്ടാ, നിങ്ങളൊന്ന് സൺഡേ സ്കൂൾ പഠിക്കാൻ പോയില്ലേ ഞായറാഴ്ചയായിട്ട്? എന്റെ പൊന്നു ടീമിനെ, ഞാൻ കളിക്കാൻ വന്ന കാര്യം ആരോടും പറയല്ലേ. പിന്നെ ഞാനിന്ന് ഹെഡ് മാസ്റ്റർ തലവേദനയാണെന്നാ പറഞ്ഞാണ്. പിന്നെ
എൻ്റെ ക്ലാസ് ഇന്നിപ്പോൾ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്ന ചേരുന്ന എടാ, എന്നാൽ നമുക്ക് സമയം കളയാതെ കളി തുടങ്ങിയാലോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. നിർത്തിക്കാൻ എന്താണോ എന്റെ സഹോദരങ്ങളെ, ഞാൻ രാവിലെ ചർച്ചയിൽ ചെന്നപ്പോഴേ അറിഞ്ഞു ആന്റണി ഒരു പാർട്ടി ബോധമായിട്ട് പോന്നിട്ടുണ്ടെന്നുള്ള വിവരം. ഉപദേശി വന്നു. അപ്പോഴേ എനിക്കറിയാം ഇവിടെ എല്ലാരും കാണുമെന്നുള്ളത്. നേരിട്ട് കാണുന്നത് അതൊന്ന് മനസ്സിലാക്കാൻ വന്നതാ. എന്റെ സഹോദരങ്ങൾ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഒരു 10:15 ചർച്ചയിൽ ചെല്ലണം, നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്റെ പൊന്നാങ്ങളെ, ഒരു 10:15 പാട്ട് പാടി തീരത്തില്ലല്ലോ, നമുക്ക് അപ്പൊ എത്തിയാൽ പോരെ. എന്തായാലും അതുപോലെ നീ എപ്പോഴും കൊട്ടയം നോക്കി 11 മണിക്കില്ലേ വരുന്നത്? നേരത്തെ അതിന് തുടങ്ങുന്നതിലും നല്ല ലേറ്റായി നടന്നിരിക്കുന്നത്. കൊള്ളാം. എന്റെ സഹോദരങ്ങളെ, കളിയൊക്കെ വേണം, പക്ഷെ നമ്മൾ ആരാധനയ്ക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കേണ്ടേ? നാം ചെയ്യുന്നതൊക്കെയും നാം പറയുന്നതൊക്കെയും കർത്താവിനെന്ന പോലെ ചെയ്യണം. കർത്താവ് വലിയ നമുക്ക് പ്രതിഫലം തരുന്നത്. എന്തായാലും ഞാൻ പോയി, എനിക്ക് നിൽക്കാൻ സമയമില്ല. അധികം താമസിക്കാൻ എല്ലാരും വന്നേക്കണേ. ഓക്കെടാ, എന്നാ ഞാനും പോയി. എനിക്ക് പിന്നെ വർഷപ്പിന് മുന്നേ എത്തണം. അല്ലേ കുറെ ഉപദേശങ്ങളും കുറെ താക്കീതും എല്ലാം കേൾക്കേണ്ടി വരും. എന്നാ നിങ്ങൾ വിട്ടോ, നമുക്കൊരു റൗണ്ട് കളിച്ചിട്ട് പോവാം അല്ലേ? എന്നാ പിന്നെ നമുക്ക് മാറ്റിയടാ. എന്താ ആരോപണം ചെയ്യുന്നേ? ബോളിട്. ഗ്രൗണ്ടിലെ കളിയൊക്കെ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. ഇനി നമുക്ക് ചർച്ചിലേക്ക് പോയാലോ? ഊസ്റ്ററിലെ ഈ ചർച്ചിനെ പറ്റി 2 വാക്ക് പറയാതെ വയ്യ. ഏകദേശം 150 പരം വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളെ പോലെ ദൈവത്തെ ആരാധിച്ചു വരുന്ന നല്ലൊരു ദൈവസഭ. എക്സ്ട്രാ ഷിഫ്റ്റും മറ്റ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്ന ഒരു കൂട്ടം ദൈവജനം. പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല. 10:30 ആയല്ലോ. റജി ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. കണ്ടെന്നെ കാണുവാനാട്ടിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടെന്നെ കാണുവാനാട്ടിവാളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടരും വേഗമോ വന്നിടാമെന്നോരാ, കണ്ടരും വേഗമോ വന്നിടാമെന്നോരാ. ചെയ്ത പ്രിയന്മാരും നിശ്ചയം കണ്ടനെ കാണുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ധ്യവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. ഓരോരുത്തരെയും സഹായിക്കുവാനാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വചനം തന്നെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്ക് മാറാം. കേട്ടിരിക്കുകയാണ്. സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള വാക്യം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക നിത്യത കർത്താവിനോട് കൂടെ ചെലവഴിക്കുക എന്നതായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി. അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ ഭാഗത്തോടും അല്ല, എല്ലാവരും ആരാധന കഴിഞ്ഞു പോയിട്ടും ഇവിടെ 3 സഹോദരിമാർ കൊണ്ടുപിടിച്ച ചർച്ചയിലാണല്ലോ. എന്താണോ വിഷയം?
കണ്ടിട്ട് എന്തോ ഒരു പരുവക്കോട്. നമുക്കൊന്ന് അടുത്ത് ശ്രദ്ധിച്ചാലോ? എടാ ആതിരെ, ഇന്നത്തെ പാസ്റ്റർ മെസ്സേജ് നല്ല മെസ്സേജ് ആയിരുന്നല്ലേ? എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അച്ചാച്ചൻ്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്കൊരു സമാധാനമില്ലടാ. ചിലപ്പോഴൊക്കെ സൺഡേ സ്കൂൾ പോലും പഠിപ്പിക്കാതെയാ ഈ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞ് നടക്കുന്നത്. എൻ്റെ പൊന്നു പ്ലസ് ചേച്ചി, വീട്ടിലെ ആദ്യയുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനോ സമയത്ത് ആരാധനയ്ക്ക് വരാനോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ എന്തിന് സമയത്ത് ഉറങ്ങുന്നു പോലുമില്ല. ഏത് നേരവും ക്രിക്കറ്റ് കളിയുടെ പ്രാക്ടീസും പിന്നെ ഗ്രൂപ്പിലെ മെസ്സേജ് അയക്കലും പണി. ആതിരെ, ഈ അന്ത്യകാലത്ത് എത്ര ഒരുക്കത്തോടെയാണ് ജീവിക്കേണ്ടത്. ഇന്നത്തെ പാസ്റ്റർ പ്രസംഗമെങ്കിലും അവരുടെ തലയിൽ ഒന്ന് കയറിയാൽ മതിയായിരുന്നു. നമുക്ക് നമ്മുടെ പാസ്റ്ററെ വിളിച്ച് ഇവരോട് സംസാരിക്കാൻ പറഞ്ഞാലോ? ഇന്നത്തെ പാസ്റ്റർ മെസ്സേജ് നല്ല മെസ്സേജ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ദൈവസന്നിധിയിൽ ഇനിയും വിശുദ്ധിയോട് ഒരുക്കത്തോടൊക്കെ ജീവിക്കണം. പിന്നെ ഞങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. പാസ്റ്റർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് വളരെ ഭാരമാണ്. കാരണം അവര് ഫുട്ബോളും ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങി പിന്നെ അവരാകെ അങ്ങ് മാറിപ്പോയി. അതെ പാസ്റ്റർ, അവർ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതിലൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പക്ഷേ ആത്മീയ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും മറന്നുകൊണ്ടുള്ള അവരുടെ ഈ പോക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു. ഞങ്ങൾ അവരോട് സംസാരിച്ചാൽ അവർ അനുസരിക്കില്ല. പാസ്റ്റർ അവരോടൊന്ന് സംസാരിക്കാവോ? തീർച്ചയായിട്ടും സൈഡ്, ഞാനിത് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ ചില പുറമോട്ടാണ് അവരുടെ പോക്ക്. നിങ്ങൾ ധൈര്യമായിട്ട് പോകുക. നിങ്ങളുടെ പേഴ്സണൽ പ്രളയം അവരെ വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പോകുക. കണ്ടിടത്തോളം സംഗതി നിസ്സാരമാണെന്ന് തോന്നുന്നില്ല. പാസ്റ്റർ എന്താണേലും ടീം മെമ്പേഴ്സിനെ വിളിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിലും ഈ സഹോദരിമാർക്ക് ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ്. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഉഴപ്പി നടക്കുമ്പോൾ ഈ സഹോദരന്മാരും ആലോചിക്കണമായിരുന്നു. നമുക്ക് പോയി പാസ്റ്റർ അവരോട് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചാലോ? ഒരു പിതാവിൻ്റെ സ്നേഹത്തോടെയും അധികാരത്തോടും ആണ് ഞാൻ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: സകലത്തിനും നിങ്ങൾക്ക് അധികാരമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. ദൈവവചന പ്രകാരം പ്രയോജനമുള്ളത് തിരഞ്ഞ് അതിന് വില കൊടുത്ത് ദൈവം അതിന് ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കൂടെ എല്ലാ പ്രോഗ്രാമിനും കൂടി വരുന്ന ഒരു സഹോദരനുണ്ടല്ലോ. ആ സഹോദരൻ ഒരു മീറ്റിംഗ് പോലും മുടങ്ങാറില്ല. എല്ലാ മീറ്റിങ്ങുകൾക്കും വരാറുണ്ട്, നിങ്ങളുടെ കൂടെയും കാണാറുണ്ട്. ആ സഹോദരൻ്റെ ജീവിതത്തിലെ ചില നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് വളരെ പ്രയോജനമായിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ശരി പാസ്റ്റർ. അല്ല ചേട്ടാ, ഒന്നോർത്താൽ പാസ്റ്റർ പറഞ്ഞ എത്ര ശരിയാണ്. ഇതൊന്നും നമ്മൾ നേരത്തെ മനസ്സിലാക്കി പോയത് എന്താ? ശരിയായിട്ട് ഇവനെ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കുടുംബ പ്രാർത്ഥന കളഞ്ഞിട്ട് ഞാൻ ശനിയാഴ്ച കളിക്കാൻ പോയിരുന്നത്. ഈ ശനിയാഴ്ച കളി മുഖേന എനിക്ക് ആരാധന സമയങ്ങളിൽ ഞാൻ ഒരുക്കമില്ലാതെയാണ് വന്നിരുന്നത്. എന്നാൽ ചില ആരാധന സമയങ്ങളിലാണെങ്കിൽ ഞാൻ ചില സമയങ്ങളിൽ ഫാസ്റ്റ് കാണാണ്ട് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കുറ്റം തോന്നുന്നു. എടാ, ഞാനിത് തന്നെ ആലോചിക്കുന്നത്. ഞാനായിട്ട് തുടങ്ങി ക്രിക്കറ്റ് കളിയാ. ഇത് ഞാനായിട്ട് അവസാനിപ്പിക്കാൻ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള കളിയും കളികളും മതി. എനിക്കിപ്പം ദൈവം അല്ലാതെ വേറെ ഒരാൾ എൻ്റെ മുമ്പിലില്ല. എനിക്ക് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടുതലായിട്ട് പറ്റിച്ചേരണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കണം. ദേവദാസിനോടും ശക്തമായിട്ട് സംസാരിച്ചു. അതിനാൽ ഞാൻ തൽക്കാലത്തേക്ക് ക്രിക്കറ്റിൽ നിന്ന് വിട പറയുകയാണ്. എന്തായാലും നിത്യത നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അല്ലടാ, ഇവനല്ലേ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചേ. എന്നിട്ട് ഇപ്പൊ നോക്കിയ മുങ്ങി, നൈസായിട്ട് മുങ്ങി. കൂടെ പോവാൻ വേറെ കുറച്ച് ആൾക്കാർ എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ ക്രിക്കറ്റ് കളിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എൻ്റെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും കാരണം ഞാൻ ഒന്ന് പുറകോട്ടെന്ന്. അല്ലായിരുന്നെങ്കിലൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വല്ല കോഹ്ലിയെ പോലൊക്കെ അറിയപ്പെട്ടേനെ. പിന്നെ ഇനിയിപ്പോ എന്റെ ഭാര്യയുടെ കണ്ണീരും പാർശ്വോപദേശം കിട്ടുന്ന എന്റെ ഫ്യൂച്ചർ ആണെന്ന് ഞാനില്ല. എടാ ബിനു, നീ പറഞ്ഞതാ ശരി. മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. ഞാനും നിന്റെ ഒപ്പമുണ്ട്. പാസ്റ്റർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ മാച്ചിന് എത്ര ദിവസമുണ്ട്?
അല്ല എന്തായാലും ഇത്രയൊക്കെ ആയി. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എത്ര പൈസ മുടക്കിയ ക്രിക്കറ്റ് ബോളും ബാറ്റും ജേഴ്സിയൊക്കെ കൊണ്ടുവന്ന്. ഇത് ടൂർണമെന്റിന് അധികം ദിവസമൊന്നുമില്ലല്ലോ. പാസ്റ്റ് പറഞ്ഞ പോലെ ജീവിക്കാൻ ഇനിയും നമുക്ക് സമയമുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാസ്റ്റ് പറഞ്ഞ പോലെ ജീവിക്കാം. ഇതിന് സമ്മതമുള്ളൊരു കൈ അടിക്കേ. അല്ല പ്രസിഡന്റ് ചേട്ടാ, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ജനിച്ച കാലം തൊട്ട് കേൾക്കുക കർത്താവ് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ. ഇത് 3000 ആണ്ടായാലും കർത്താവ് ഒന്നും വരാൻ പോകുന്നില്ല. ഞാനും കൊണ്ട് നിങ്ങൾ കാലക്ക് നിങ്ങളാണ് റിയൽ സ്പോർട്സ്മാൻ. ഗ്രൗണ്ടിലോട്ട് വിടാം. ശരിയാണല്ലോ, ഇവന്മാരെവിടെ പോയി? ഇവരെല്ലാം മാഞ്ഞു പോയോ? ആരെയും കാണുന്നില്ലല്ലോ. എന്ത് സംഭവിച്ചത്? ബ്ലസ് ബ്രദറോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്ത് സംഭവിച്ചത് ഒന്നും അറിയാൻ വയ്യ. ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ ഫോൺ എടുത്തില്ല. ഇതെന്തൊരു കളിയാ? മറിമായോ? അവരെവിടെ മുങ്ങി? അയ്യോ എന്റെ കർത്താവേ, ഞാനിതെങ്ങനെ സഹിക്കുമോ? എനിക്ക് വയ്യേ. ഞാനിതെല്ലാം നഷ്ടമാക്കി കളഞ്ഞല്ലോ എന്റെ ദൈവമേ. എന്തോ ഒരു കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തോ പരിഹാരമാ ബ്രദറെ? എല്ലാം പോയില്ലേ? നമ്മളൊക്കെ കൈവിടപ്പെട്ടു പോയില്ലേ ബ്രദറെ? നാം തിരുവഴുതി വായിക്കാറില്ലേ? കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും മുൻപേ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനൂടി മേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യുന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. നമ്മളൊക്കെ കൈവിടപ്പെട്ടു പോയി ബ്രദറെ. ഞാനിതങ്ങനെ സഹിക്കുമോ? എനിക്കിത് സഹിക്കാൻ വയ്യേ. പോയെന്നോ? എന്ത് കൈവിട്ടപ്പെട്ടു പോയെന്നോ അറിയിച്ചാൽ പറയുന്നത് ഒന്നും മനസ്സിലാകില്ല. അതെ സഹോദര, നമ്മളെല്ലാം കൈവിടപ്പെട്ടു പോയി. കർത്താവ് വന്നു പോയി ബ്രദറെ, കർത്താവ് വന്നു പോയി. നാം തിരുവഴുത്തിൽ വായിക്കുന്നില്ലേ? ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്നുള്ളത്. അന്നല്ല കാലമാണിപ്പോ പോയിരിക്കുന്നത്. എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർത്താവ് വന്നെന്നോ? നമ്മൾ എന്തിനാ പിന്നെ ഇത്രയും നാളെ ബൈബിൾ പിടിച്ചു നടന്നത്? എന്റെ കർത്താവേ, ആ സ്കിറ്റ് ഞങ്ങൾ അത് ചെയ്തപ്പോ പോലും ഞങ്ങളത് ഓർത്തില്ല കർത്താവേ. കർത്താവേ, എന്നെയും കൂടെ കൊണ്ടുപോകണേ കർത്താവേ. അയ്യോ, എന്തോ ഒരു നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തത്. എന്തെല്ലാം അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി. ഞാൻ ആരെയൊക്കെ സഹായിച്ചു. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങനെ വചനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ദാദാ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളൊക്കെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാതെ ജീവിച്ചവരാണ്. പക്ഷെ രജിച്ചാൻ അങ്ങനെയല്ലല്ലോ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിച്ചു. പിന്നെ നിങ്ങൾ ഞങ്ങൾക്കൊരു മാതൃകയായിരുന്നല്ലോ. പിന്നെ എന്ത് പറ്റി? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല രജിച്ചായ. അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. പുറമെ ഞാൻ നല്ലൊരു ആത്മീയനായിരുന്നു. എന്നാൽ കർത്താവിന് നിരക്കാത്ത, വിശുദ്ധിക്ക് നിരക്കാത്ത ഒരുപാട് പാപ സ്വഭാവങ്ങൾ എന്നിലുണ്ടായിരുന്നു. ഞാൻ മറ്റുള്ളവരെ തൂക്കി നോക്കി, കർത്താവ് എന്നെ തൂക്കി നോക്കി കുറവുള്ളവനെ കണ്ടു. ഞാൻ കൈവിടപ്പെട്ടു പോയി സഹോദര. ഞാനിതെങ്ങനെ സഹിക്കുമോ? ഇനി എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നമുക്ക്? എന്തെങ്കിലും ഒരു ചാൻസ്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. വചനത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ രണ്ടാമതൊരു ചാൻസിനെ കുറിച്ച്? ഇല്ല സഹോദര, വചനപ്രകാരം ഇനി ഒരു അവസരം നമുക്കില്ല. എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? കൈവിടപ്പെട്ടു പോയില്ലേ? ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇനി ഇവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാകയില്ല. എതിർ ക്രിസ്തുവിനോട് പിശാചി ഭൂമിയെ ഭരിക്കും. അവന്റെ പീഡയാൽ മുദ്രയേൽക്കാത്തവരൊക്കെ കഠിനമായ പീഡകൾ കൂടി, കഠിനമായ ശോധനയിൽ കൂടി കടന്നു പോകും. ഈ ഭൂമിയിലെ ശോധനയ്ക്കും അന്ത്യന്യായവിധിക്ക് ശേഷം നമ്മെ കാത്തിരിക്കുന്നത് നിത്യമായ നരകമാണ് ബ്രദറെ. നിത്യമായ നരകം, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയുള്ള നരകം, കരച്ചിലും പല്ലുകടിയുമുള്ള നരകം. ആ നിത്യ നരകത്തിനാണ് നമ്മളിപ്പോൾ അവകാശികളായിരിക്കുന്നത്. ഇത്രയും ദൈവമുള്ള നമ്മുടെ ദൈവം ഇത്രയും ഭയങ്കരമായ നരകം നമുക്ക് വേണ്ടി ഒരുക്കുമോ ബ്രദറെ? ആ ദൈവം നമ്മളെ രക്ഷിക്കാൻ പറ്റില്ലേ? എന്റെ സഹോദര,
നരകം ഒരിക്കലും നമുക്ക് വേണ്ടി ഉള്ളതല്ല, അത് പിശാചിന് വേണ്ടി ഉള്ളതാണ്. ജീവിത വിശുദ്ധി ഇല്ലാതെ വനപ്രകാരം ജീവിക്കാതെ ഇരിക്കുന്നവരൊക്കെയും പിശാചിനോടൊപ്പം ഈ നരകത്തിന് അവകാശികളായി തീരുന്നു. എന്നാൽ കർത്താവിനെ അനുസരിച്ച്, കർത്താവിനെ ബഹുമാനിച്ച്, വചനത്തെ അനുസരിച്ച് ജീവിച്ച് ഇപ്പോൾ എടുക്കപ്പെട്ട ഈ ദൈവജനം അവർ നിത്യത മുഴുവൻ കർത്താവിനോടൊപ്പം സന്തോഷിക്കും. ഇതൊക്കെയും അറിഞ്ഞിട്ടും ഈ നിത്യശിക്ഷയിലേക്ക് ഞാൻ വീണുപോയല്ലോ ദൈവമേ. ചൂട പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താലടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. മലാക്കി 4:1-2. പ്രിയമുള്ളവരെ, ഒരു അപ്രതീക്ഷിത നിമിഷത്തിൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ മടങ്ങി വരികയോ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷം ഭാവനയിൽ കണ്ടു നോക്കൂ. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നത് നിത്യരക്ഷയാണോ നിത്യനരകത്തെയാണോ എന്നൊന്നുകൂടി പരിശോധിക്കുക. നിങ്ങൾ ചേർക്കപ്പെടുമോ അതോ കൈവിടപ്പെടുമോ? ദൈവവചന പ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവനെന്തു പ്രയോജനം? മർക്കോസ് 8:36. ദൈവനാമത്തിന്റെ മഹത്വം, ദൈവനാമത്തിന്റെ മഹത്വം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സ്കിറ്റിൽ കണ്ടതുപോലെ ഞങ്ങൾ ആരും തന്നെ ക്രിക്കറ്റ് കളിക്കാൻ ഞായറാഴ്ച രാവിലെ പോയിട്ടില്ല. പിന്നെ ക്രിക്കറ്റ് ഒരു തീമാക്കിയത് അതിനോടുള്ള വിരോധം കൊണ്ടുമല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെല്ലാം ആവശ്യമാണ്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും നമ്മുടെ കർത്താവുമായിട്ടുള്ള റിലേഷനെ അതൊരിക്കലും ബാധിക്കാൻ പാടില്ല. അതായിരുന്നു ആക്ച്വലി ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ ഓരോരുത്തരുടെയും രീതികൾ നിങ്ങൾ കണ്ട് പലരും പല രീതിയിലാണ്. നമുക്ക് നമ്മുടെ രഹസ്യങ്ങൾ നമുക്ക് ഭാഷ അറിയാതെ സൂക്ഷിക്കാം, സഭയെ അറിയാതെ, അങ്ങനെ നമുക്ക് എല്ലാവരും ഈ ലോകത്തുള്ള സകലരെയും പറ്റിക്കാം. പക്ഷെ ദൈവവചനം പറയുന്നു, നിങ്ങൾ പുരയ്ക്കകത്തിരുന്ന് പറഞ്ഞത് പുരമുകളിൽ ഘോഷിക്കപ്പെടും, അല്ലെങ്കിൽ കർത്താവ് അത് അറിയും, പുറത്തേക്ക് എടുക്കും, കർത്താവിന് അത് അറിയാൻ കഴിയും. അപ്പോൾ അത് രഹസ്യങ്ങളൊക്കെ ഒരു നാൾ വെളിപ്പെടും. അപ്പോൾ നമ്മൾ ആ നഷ്ടത്തെ ഓർത്ത്, ഇപ്പം നമ്മൾ അവസാനം വിലപിച്ചതുപോലെ ആ നഷ്ടത്തെ ഓർത്ത് നമ്മൾ പൊട്ടിക്കരയേണ്ടി വരും. നമുക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുകയില്ല എന്ന വചനം പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം, ദൈവത്തോട് ചേർന്ന് വസിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും, കർത്താവു തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം.